ദൈവ തിരുനാമം ഇന്നും എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശു മുഖാന്തരം നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ ക്രൂശന്മേൽ യാഗമായി ഏകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ച പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവാം ദൈവത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നു. അത് നമ്മൾ തിരിച്ചറിയുവാനും വർദ്ധിതമായി വരുവാനും ഇടയായിത്തീരട്ടെ. അതിലേക്ക് ദൈവിക വചനത്തിൻ്റെ ചിന്തയും ധ്യാനവുമെല്ലാം നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മളോടുകൂടെ ഇരുന്ന് നമ്മളെ എല്ലാ സകല സത്യത്തിനും വഴി നിർത്തുന്ന ആത്മസാന്നിധ്യം നമ്മളെ പരിപോഷിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവ കൃപയാൽ നമ്മൾ 141 സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇതിൽ 140 ഏറ്റവും ദോഷകരമായ ഒരു അവസ്ഥ, നാവിൻ്റെ ദുഷിച്ച അവസ്ഥയെക്കുറിച്ച് അവിടെ പറയുകയാണ്. അത് നന്മയുണ്ട്, അതിൻ്റെ മറുവശമായിട്ട് തിന്മയുമുണ്ട്. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ നാവ് ഏറ്റവും സുഖപ്രദമായും മനോഹരമായും ദൈവത്തിൻ്റെ കയ്യിൽ ഉപകരണമായിട്ട് മാറാം. അതോടൊപ്പം തന്നെ അത് അണലി വിഷം നിറഞ്ഞ അവസ്ഥയിലേക്കും അത് മാറാം. ദൈവത്തിനായി നമ്മൾ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് നവീകരിച്ച് നമ്മുടെ നാവിൻ്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു എന്ന് പറയത്തക്കവണ്ണം നമ്മുടെ ഹൃദയം പരിപൂർണമായി ദൈവത്തിങ്കിൽ സമർപ്പിക്കുമ്പോൾ ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായി സംസാരിക്കുന്നു എന്ന ആ സത്യം നമ്മുടെ അധരങ്ങളിൽ കൂടെ തന്നെ ദൈവം അത് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഉറവ മാറുക എന്നുള്ളതാണ്. ഉറവിടം, ഉറവ്, സോഴ്സ് അത് ശരിയായിട്ടുള്ളതായിരിക്കുമ്പോൾ, ദൈവികമായിരിക്കുമ്പോൾ, ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുമ്പോൾ ആ ഉറവിൽ നിന്ന് വരുന്ന അതിൻ്റെ ഫലവും അത് നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ കണ്ടെത്തൽ. അതുകൊണ്ട് നമുക്ക് അതിനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കും. ഞങ്ങളുടെ ഉറവുകളെല്ലാം, സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഞങ്ങളുടെ ഉറവുകളെല്ലാം നിന്നിലാകുന്നുവെന്ന് ഒരു സങ്കീർത്തനം അതിൻ്റെ ധ്യാനത്തിലേക്ക് വരുന്നുണ്ട് അല്ലേ. അത് നമ്മൾ കഴിഞ്ഞ 121 ഞങ്ങളുടെ ഉറവുകളെല്ലാം നിങ്കിലാകുന്നു എന്ന സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവർ ഒരുപോലെ പറയുമെന്നൊരു വാക്യമുണ്ട്. നമ്മുടെ ഉറവുകളെല്ലാം, നമ്മുടെ സോഴ്സസ് എല്ലാം ദൈവത്തിൽ നിന്നായിരിക്കണം. ഒന്നും ജഡത്തിൻ്റെ പ്രകാരമുള്ളതായിരിക്കരുത്. നമ്മൾ കണ്ടെത്തണം നമ്മളിൽ എങ്ങനെയൊക്കെ എന്തൊക്കെയുണ്ട് എന്നുള്ളത്. ഇതൊരു പ്രോസസ്സാണ്. നമ്മളെ തന്നെ കണ്ടെത്തി ദൈവ ദൃഷ്ടിയിൽ ദൈവം നമുക്ക് ആലോചന പറഞ്ഞ് ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവമായ യഹോവയാകുമെന്ന് പറയുന്നത് നമ്മളല്ല. നമ്മളതിനു വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു ദൈവം. എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്? അത് ഏതെങ്കിലും വിശുദ്ധന്മാരെ പോലെയല്ല, ആരെങ്കിലും വ്യക്തികളെ പോലെയല്ല. അവിടെ ജീവിതങ്ങൾ നമുക്ക് മാതൃകകളായി തീരാൻ, നമുക്ക് കൈചൂണ്ടികളായിട്ട് മാറണം. പക്ഷേ ആത്യന്തികമായി നമ്മളെ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ദൈവിക വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മൾ വിളിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന 141 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ദാവീദ് ദൈവസന്നിധിയിൽ തന്നെ അർപ്പിക്കുന്ന ഒരു സന്ധ്യായാഗമെന്ന് വേണമെങ്കിൽ പറയാം. ഇത് പൗരസ്ത്യ സഭകളിലെല്ലാം സന്ധ്യാ പ്രാർത്ഥനയുടെ സമയത്ത് ചൊല്ലുന്ന ഒരു സങ്കീർത്തനമാണിത്. ഇതിനകത്ത് ആ സന്ധ്യായാഗം എന്ന് പറയുന്ന ഒരു അർത്ഥം വരുന്നുണ്ട്. അതാണ് ഈവനിങ് പ്രെയർ എന്നാണ് അതിൻ്റെ പല ഹെഡിങ്ങും ഒക്കെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലൊക്കെ അത് വരുന്നത്. ഈവനിങ് പ്രെയർ ഓഫ് ഫോർ പ്രിസർവേഷൻ ഫ്രം ഈവിൾ എന്നൊക്കെ പറയും. ഈവനിങ് പ്രെയർ എന്നാണ് പൊതുവെ അത് അറിയപ്പെടുന്നത്. ഇവിടെ തുടങ്ങിയാണ്, യഹോവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ അടുക്കിലേക്ക് വേഗം വരണമേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ അപേക്ഷ കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. വളരെ ഹൃദയ സ്പർശിയാണ് ഈ വാക്കുകൾ എന്ന് പറയുന്നത്. ദൈവ സഹിത്വത്തിൻ്റെ ആഴമേറിയ ദിവ്യ അനുഭവമാണ് ഇവിടെ ഈ വാക്കുകളിൽ നമ്മൾ കാണുന്നത്. ഒരു ഭക്തൻ്റെ യഥാർത്ഥമായ ദാഹവും ആഗ്രഹവും എന്താണെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഒരു ഇൻറ്റിമസിയോടുകൂടി, ഒരു ആത്മബന്ധത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്താണ്? യഹോവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ അടുക്കിലേക്ക് വേഗം വരണം. ഐ കോൾ അപ്പോൺ യു ഓ ലോർഡ് കം ക്വിക്ക്ലി ടു മീ. എൻ്റെ അടുക്കിലേക്ക് വേഗം വരണം. ഐ കോൾ ടു യു ലോർഡ് ഹെൽപ്പ് മീ നൗ, ലിസൺ ടു മീ വെൻ ഐ കോൾ ടു യു. പല പല വെർഷനിലാണ്, ഓരോരുത്തരും പറയുമ്പോൾ ഓരോ രീതിയിലാണെന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു ഇൻറ്റിമസി, ദൈവം യാഥാർത്ഥ്യമാണെന്നുള്ള ഒരു മിഥ്യാബോധമല്ല ദൈവവും ദൈവികത എന്ന് പറയുന്നത്. ഈ യുക്തിവാദികളുമൊക്കെ അത് പറയുമ്പോൾ അവരറിയുന്നില്ല, അവരറിയാത്തതിനെ ദൂഷിക്കുന്നു എന്ന് പറയുന്നതാണ്. എന്നാൽ അത് അനുഭവിക്കുന്ന എത്രയോ ഭക്തരായ ധന്യരായ ജീവിതങ്ങൾ എല്ലാവർക്കും ഇത് അനുവദനീയമാണ്. ദൈവം അത് ആർക്കും
ചെറിയവനും വലിയവനും ധനവാനും ദരിദ്രനും പണ്ഡിതനും പാവനും എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമാണ്, ഒരുപോലെ അത് മനസ്സിലാക്കാവും കഴിയുന്നതാണ്. ഒന്നേ ഉള്ളൂ, എല്ലാം അവരുടേതായ അറിവില്ലാത്തവൻ അറിവില്ല എന്നുള്ള ചിന്ത മാറ്റിവെച്ച്, ജ്ഞാനിയുള്ളവൻ ഞാൻ ജ്ഞാനിയാണെന്നുള്ള ചിന്ത മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ തന്നെ അർപ്പണം ചെയ്തുകൊണ്ട് കടന്നു വരിക. ഒരു ശിശുവിനെ പോലെ തന്നെ താഴ്ത്തുക. ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് ജ്ഞാനമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ തന്നെ ദൈവങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ ഫോം വഴി. അപ്പോൾ ദൈവം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതിലൂടെ പറയാം, യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന എൻ്റെ അടുക്കിലേക്ക് വേഗം വരണമേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ അപേക്ഷ കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. ഇവിടെ നിൻ്റെ കാതുകൾ എങ്കിലേക്ക് തിരിക്കണമേ എന്നൊരു ഇത് വരുന്നുണ്ട്. അതായത് ചെവി കൊടുത്ത് കേൾക്കാനൊക്കെ പറയത്തില്ലേ, ചെവി കൊടുത്ത്, അതായത് നിൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ എന്ന് അങ്ങനെ പറയുന്ന ഒരു ഇതുണ്ട്. അതായത് ദൈവം ചെവി തന്നു, നമ്മൾ പറയത്തില്ല, സാധാരണ പറയത്തില്ലേ ചെവി കൊടുത്ത് കേൾക്കെന്ന് പറയും. കർത്താവ് പറഞ്ഞില്ലേ, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ദൈവം തൻ്റെ ചെവി നമ്മളുടെ അടുക്കിലേക്ക് ചായ്ക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. എൻ്റെ അപേക്ഷ കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്ന സന്ധ്യായാഗമായും തീരട്ടെ. ഇവിടെ പറയാം, എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും. ഈ പ്രാർത്ഥനയെ ധൂപത്തോട് സാമ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. പഴയ നിയമത്തിലൊക്കെ ഒത്തിരി ഇതുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമ്മൾ കാണുന്നുണ്ട്. അത് സ്വർഗം തുറന്ന് യോഹന്നാൻ ശ്ലീഹ കാണുന്ന ദർശനമാണ്. അവിടെ സ്വർഗത്തിൽ വാതിൽ തുറക്കപ്പെട്ടു 4-ാം അധ്യായത്തിൽ. എന്നിട്ട് സ്വർഗത്തിൽ കാണുന്ന ഒരു അനുഭവമാണ്. അവിടെ എന്താ കാണുന്നത്? 7-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവരുടെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുമ്പാകെ വീണു. അവിടെ പറയുകയാണ്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശം. മുമ്പ് നമ്മൾ സന്ധ്യാസ്കാരത്തെ കാര്യം പറഞ്ഞ പോലെ ഈ പൗരസ്ത്യ സഭകളിലൊക്കെ ധൂപാർപ്പണമുണ്ട്. ധൂപം ഇങ്ങനെ ഇൻസെൻസ് അത് ധൂപം അർപ്പിക്കുന്ന ഒരിതുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രതീകമായിട്ടാണ് പറയുന്നത്. ഇതുപോലെ തന്നെ 8-ാമത്തെ അധ്യായത്തിൻ്റെ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മളിവിടെ കാണുന്നുണ്ട്, മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്നു, യാഗപീഠത്തിനരികെ നിന്നു, സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് കൂടെ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ഒരു സിംബോളിക്കാണ്. അവിടെ യാഥാർത്ഥ്യമായിട്ട് അത് കാണുകയാണ്. അവിടെ പ്രാർത്ഥനയെന്ന സുഗന്ധവർഗം സുഗന്ധ ധൂപത്തോടു കൂടി ഉയരുകയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം മുകളിലേക്ക് ഉയരണം എന്ന് പറഞ്ഞാൽ അത് ജീവനുള്ളതായിരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. സുഗന്ധ ധൂപമായി ദൈവസന്നിധിയിലേക്ക് ഉയരണം പ്രാർത്ഥനകൾ. അത് മുകളിൽ തട്ടി നിൽക്കരുത്, എവിടെയെങ്കിലും തച്ച് നിൽക്കരുത്. അത് മുകളിലേക്ക് ഉയരണം, ദൈവസന്നിധിയിലേക്ക് ഉയരണം നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ അന്തരംഗത്തു നിന്നും ദൈവസ്തുതികൾ മുഴങ്ങണം, ദൈവത്തോടുള്ള പ്രാർത്ഥന നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കണം. അല്ലേ, യാഗപീഠത്തിൽ തീ കെട്ടുപോകരുതെന്നൊരു പഴയ നിയമ പ്രമാണമുണ്ട്. യാഗപീഠത്തിൽ തീ കെട്ടുപോകരുത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളത്തിൽ എപ്പോഴും പ്രാർത്ഥന നിരന്തരം ഉയരണം. അതിന് നമ്മളെപ്പോഴും ദൈവോന്മുഖമായി നമ്മളെ തന്നെ സമർപ്പിക്കണം. എപ്പോഴും എന്ത് ജോലി ചെയ്താലും ശരി, അതൊക്കെ അനുഗ്രഹമാണ്. ദൈവ ചിന്ത തന്നെ നമ്മുടെ എല്ലാ ജോലിയൊക്കെ അനുഗ്രഹിക്കാം. അതൊരിക്കലും നമ്മൾ ചിന്തിക്കരുത് ദൈവത്തോടുകൂടി ഞങ്ങളുടെ ജോലി എങ്ങനെ, അതെല്ലാം സൊല്യൂഷനാണത്. എല്ലാം അതെല്ലാം മനോഹരമായിട്ട് മാറും. ഇപ്പോൾ ദൈവ സാമീപ്യത്താൽ ദൈവിക ചിന്തയാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് മാറുമെന്നാണത്. അതൊന്നും കൂടി ഇതാകും. ഭക്ഷണം പാകം ചെയ്യുന്നു ദൈവ ചിന്തയോട് ഒരു ഭക്ഷണം കുറച്ചും കൂടി രുചികരമാകുമെന്ന് പറയുന്നത്. ഓരോ ജോലിയും അതിൻ്റെ പെർഫെക്ഷനിലേക്ക് ദൈവിക ജ്ഞാനം നമ്മൾ നടത്തും. അതുകൊണ്ടൊന്നും അതിനെ മാറ്റി വെച്ചിട്ടല്ല, എപ്പോഴും ദൈവത്തോടുകൂടെ ദൈവത്തെ നോക്കി വിളിക്കുക, ദൈവത്തോട് ചാഞ്ഞിരിക്കുന്ന, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ഹൃദയം നമുക്ക് ഉണ്ടായിരിക്കട്ടെ. ഇവിടെ പറയുകയാണ്, എൻ്റെ കൈകളെ മലർത്തുന്ന സന്ധ്യായാഗമായും തീരട്ടെ. എത്ര മനോഹരമായിരുന്നു എന്നറിയാം. അവിടെ ഈ സന്ധ്യായാഗം പഴയ നിയമ പ്രമാണത്തിൽ തന്നെ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത ഈ ഒരു നിയമം കൊടുത്തതാണത്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് പുസ്തകത്തിൽ സന്ധ്യായാഗം എപ്പോഴൊക്കെ അർപ്പിക്കണം? കാലത്തെ ഒന്നും വൈകിട്ടൊന്നും. അത് 2 ആട്ടിൻകുട്ടിയെ നിർത്തണം. ഈ വിശുദ്ധന്മാരുടെ പുരോഹിതന്മാരുടെ ശുശ്രൂഷയ്ക്കുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സ്ഥലത്താണ്. അവിടെ പറയുന്നുണ്ട് 29-ാമത്തെ അധ്യായത്തിലേക്കാണ്, പുറപ്പാട് പുസ്തകം 29-ാമത്തെ അധ്യായം
പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അവരെ ശുദ്ധീകരിക്കേണ്ട സമയത്ത് പറയും. പഴയ നിയമ പ്രമാണത്തിൽ പറയുന്നതാണ് 38 വാക്യത്തിൽ, യാഗപീഠത്തിന്മേൽ അർപ്പിക്കേണ്ടതെന്നാൽ ദിവസം തോറും നിരന്തരം 1 വയസ്സ് പ്രായമുള്ള 2 ആട്ടിൻകുട്ടി. ഒരു ആട്ടിൻകുട്ടിയെ രാവിലെ അർപ്പിക്കണം, മറ്റേ ആട്ടിൻകുട്ടിയെ വൈകുന്നേരത്ത് അർപ്പിക്കണം. ഇടിച്ചെടുത്ത കാൽഹീൻ എണ്ണ പകർന്നിരിക്കുന്ന ഒരു ഇടങ്ങഴി നേരിയ മാവും പാനീയയാഗമായി കാൽഹീൻ വീഞ്ഞും ആട്ടിൻകുട്ടിയോടുകൂടി അർപ്പിക്കണം. മറ്റേ ആട്ടിൻകുട്ടിയെ രാവിലത്തെ ഭോജനയാഗത്തിനും അതിൻ്റെ പാനീയയാഗത്തിനും ഒത്തവണ്ണം ഒരുക്കി സൗരഭ്യവാസനയായി യഹോവയ്ക്ക് ദഹനയാഗമായി വൈകുന്നേരത്ത് അർപ്പിക്കണം. എന്നിട്ട് പറയും, ഞാൻ നിന്നോട് സംസാരിക്കേണ്ടതിന് നിങ്ങൾക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് യഹോവയുടെ മുമ്പാകെ ഇത് നിങ്ങൾക്ക് തലമുറ നിരന്തര ഹോമയാഗമായിരിക്കണം. ഇപ്പം ഇവിടെ ദാവീദ് ദൈവത്തോട് സംസാരിക്കുവാനല്ലേ വന്നിരിക്കുന്നത്, അതിനെ ഓർമ്മപ്പെടുത്തുകയാണ് ദാവീദ്. കണ്ടോ, ആ സംസാരിക്കാൻ അടുത്ത് വരുമ്പോൾ ഈ യാഗാർപ്പണം നടത്തിയിരിക്കണം, ഈ സന്ധ്യായാഗത്തിൻ്റെ അർപ്പണം നടത്തിയിരിക്കണം. അതെൻ്റെ തേജസ്സിനാൽ വിശുദ്ധീകരിക്കപ്പെടും. തുടർന്ന് പറയുകയാണ് 45 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുകയും അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. അവരുടെ മധ്യേ വസിക്കേണ്ടതിന് അവരെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നവനായി അവരുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് അവർ അറിയും. ഞാൻ അവരുടെ ദൈവമായ യഹോവ തന്നെ. കണ്ടോ, അവരുടെ മധ്യേ വസിക്കാൻ, ദൈവം മധ്യേ വസിക്കുന്ന അനുഭവം. ദൈവം മധ്യേ വസിക്കുക, ദൈവം നമ്മളിൽ വസിക്കുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ അവൻ നമ്മിൽ വസിക്കുകയാണ്, ഡ്വെല്ലിംഗ് പ്ലേസ് ആയിട്ട് മാറുകയാണ്. പ്രിയരെ, ഈ മനോഹരമായി ഈ ചിന്തകൾ നമ്മൾ നയിക്കണം, അല്ല ഈ അനുഭവത്തിലേക്ക് നമ്മൾ വരണം. തുറന്നു പറയാം, എൻ്റെ കൈകളെ മലർത്തുന്ന സന്ധ്യായാഗമായും തീരട്ടെ. അതൊരു യാഗമായിട്ട് കൈകൾ മലർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് ഓപ്പൺ ഹാർട്ട്, ഒരു തുറന്ന ഹൃദയത്തോടെ, ദൈവമേ ഇതാ എൻ്റെ കൈകൾ, മറച്ചു വെക്കാനൊന്നുമില്ല. ഈ കുഞ്ഞുങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ചിലതൊക്കെ കാണുമ്പോൾ കൂട്ടുകാർ കാണുമ്പോൾ ഒരു ചെറു കുഞ്ഞിതിലൊക്കെ ആരെങ്കിലും മുട്ടായി കൊണ്ട് മറച്ചു വെക്കും അവർ. ഇന്ന് കൈകൾ കൊണ്ട് മറച്ചു വെക്കും അവർ. മറച്ചു വെക്കാനൊന്നുമില്ലാതെ ദൈവസന്നിധിയിലേക്ക് നമ്മൾ വരണം. എന്തെല്ലാം സംഭവിച്ചാലും, തെറ്റുകൾ സംഭവിച്ചാലും, വീഴ്ചകൾ വന്നാലും, നന്മകൾ വന്നാലും, മേന്മകൾ വന്നാലും, എന്ത് വന്നാലും നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഒരു തുറന്ന ഹൃദയത്തോടെ, നല്ല മനസ്സോടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരണം. അതാണ് ദൈവത്തിൻ്റെ പ്രസാദം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം നമ്മുടെ നന്മകൾ, നമ്മളുടെ എന്തെങ്കിലും മേന്മകളുണ്ടെങ്കിൽ ദൈവം തന്നിരിക്കുന്ന എന്തെങ്കിലും വിശിഷ്ടമായി നമ്മൾ ചെയ്തോ അതിനെ ദൈവം അപ്രീഷിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ദൈവം അതിനെ പ്രസാദിക്കും. ദൈവം നമ്മുടെ മേൽ പ്രസാദിക്കും. അല്ല എവിടെയെങ്കിലും തെറ്റുപറ്റിയോ ദൈവം നമ്മളെ ശാസിക്കും. ദൈവം നമ്മളെ അതിനുള്ള ഫോം വഴി എന്താണ് ദൈവം അതിന് ഒരുക്കി തരിക തന്നെ ചെയ്യും. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. തുറന്നു പറയുകയാണ്, യഹോവേ എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ ദുഷ്പ്രവർത്തികൾ ഇടപെടുവാൻ എൻ്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായിക്കരുതേ. അവരുടെ സ്വാദുഭോജ്യം ഞാൻ ഭക്ഷിക്കുകയും അരുതേ. നീതിമാനെ അടിക്കുന്നത് ദയ, അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്കെണ്ണ. എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേയുള്ളൂ. പ്രിയരെ, ചിന്തിക്ക്, ഇവിടെ പറയാണ്, നമ്മൾ ആദ്യം നാവിനെക്കുറിച്ച് 440 പറഞ്ഞു. നാവ് ദോഷകരമായ മരണവിഷം നിറഞ്ഞാണെന്നൊക്കെ പറഞ്ഞു. അതിനിവിടെ ഒരു പ്രാർത്ഥന എന്താണ്? 3-ാമത്തെ വാക്യം, യഹോവേ എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. പിന്നെ ദുഷ്പ്രവർത്തികൾ ഇടപെടുവാൻ എൻ്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായിക്കരുതേ. അവരുടെ സ്വാദുഭാജനം ഞാൻ ഭക്ഷിക്കുകയും വരുന്നേ. ആ പ്രാർത്ഥന, നീതിമാനെ അടിക്കുന്ന ദയ, അവൻ എന്നെ ശാസിക്കും തലയ്ക്കെണ്ണ, എൻ്റെ തല എന്നെ വിലക്കാതിരിക്കട്ടെ. ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേയുള്ളൂ. അവസാനം നിർത്തുക പ്രാർത്ഥന എന്ന് പറയുന്ന മനോഹരമായ അനുഭവത്തിലേക്ക് നിർത്തുകയാണ്. പ്രിയരെ, നമുക്ക് ഈ ഒരു അനുഭവം ശ്രദ്ധിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ അർപ്പണം ചെയ്യാം. അതിരങ്ങൾക്ക് കാവൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ അവയവങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദുഷ്ചിന്തകളെന്നാണ് വരുന്നത്. അത് ദുഷ്ചിന്തകളല്ല, നമ്മളിൽ സൽചിന്തകൾ നിറയട്ടെ, ദൈവിക ചിന്തകൾ കൊണ്ട് നിറയട്ടെ, ദൈവവചനം കൊണ്ട് നിറയപ്പെടട്ടെ. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളും നല്ലതാകും. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയപിതാവേ, ഈ വചനങ്ങൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അപ്പോൾ ഞങ്ങളെ മനോഹരമായത് പ്രബോധിപ്പിച്ചതിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. സന്ധ്യായാഗം പോലെ ആട്ടുകൊറ്റനെ വൈകുന്നേരത്തും കാലത്തും ആട്ടിൻകുട്ടി അർപ്പിക്കണമെന്നുള്ള ദൈവിക പ്രമാണം എന്ന കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് അങ്ങനെയില്ല. എന്നാൽ ഞങ്ങൾ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ നിൻ്റെ മുമ്പാകെ ആ കുഞ്ഞാടിൽ ആശ്രയിച്ചുകൊണ്ട് എപ്പോഴും നിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ ഞങ്ങൾ ഇവിടുന്ന് പരിശീലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് നല്ല കൃപകൾക്കായി സ്തുതി. അപ്പോൾ ഞങ്ങളെ സത്യൻ്റെ മാർഗത്ത് നടത്തുവാൻ അവിടെ ശക്തനായിരിക്കും ഞങ്ങൾ മുഴുവനായി ഒരു തുറന്ന ഞങ്ങളായിരിക്കുന്ന അവസ്ഥ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന കൃപകൾ പകരണമേ. തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങൾ അവിടുത്തെ ദിവ്യജ്ഞാനത്തെ ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നിറയ്ക്കണം, മുഖത്തോടുന്ന് മാത്രം എടുക്കണം.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം മഹിമപ്പെടുവാനായിട്ട് തന്നെ. ആമേൻ. സ്തോത്രം നിനക്കൻ യേശുദേവാ അനുദിന